സഭ്യമായ ഒരു ഡ്രസ് ഇട്ട് ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് നടിമാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഹണിറോസിന് എന്താ? ചേട്ടൻ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഏതോ സഭ്യമായ വേഷമിട്ട് വരുന്ന നടിമാർക്കൊന്നും ഈ സ്ലട്ട് ഷെയ്മിംഗ് ഒന്നും കിട്ടുന്നില്ലെന്നാണോ ഇദ്ദേഹം ഈ പറയുന്നത്? ഒരു അല്പധാരിയായ ഡ്രസ് ഇടും, അതിന്റെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മുഴുവനും അതിനുള്ളിൽ നിങ്ങൾ കാണുകയാണ്. അയ്യേ, വെറും ഊള. അത് കാണാൻ വേണ്ടി മാത്രമാണ് ചെറുപ്പക്കാർ പോകുന്നത്. അത് കാണാനാണ് ചെറുപ്പക്കാർ പോകുന്നത്. ഓക്കെ, എന്നാൽ അത് അവരെ സ്ലട്ട് ഷെയിം ചെയ്യാനുള്ള അവകാശമാണെന്ന് ഇയാളോട് ആരാ പറഞ്ഞ്? ഏത് നിയമത്തിലാണ് അത് ഉള്ളത്? പക്ഷേ പറഞ്ഞത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം നല്ല ഡ്രസ് ഇട്ട് വന്നാൽ പോച്ചെ പറഞ്ഞതിനോട് പുള്ളിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെന്ന്. എന്താണ് ഈ പോച്ചെ പറഞ്ഞത്? കേരള പോലീസിനോടൊന്നും പറയാനുണ്ട്. ഇവരൊക്കെ ഒരു കേസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ പാവങ്ങൾ പേര് കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത്. ആരാണ് ഇദ്ദേഹം ഉദ്ദേശിച്ച ഈ പാവങ്ങൾ? ഒരു സ്ത്രീയുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് സ്വന്തം കാമക്കഴുപ്പ് തീർക്കാൻ വേണ്ടി സ്ലട്ട് ഷെയ്മിങ്ങും അനാവശ്യവും പറയുന്ന ആളുകളെയാണ് ഇദ്ദേഹം പാവപ്പെട്ട മനുഷ്യരെന്നൊക്കെ പറഞ്ഞത് കേട്ടു. സ്ത്രീകളോട് വല്ല ബഹുമാനമുണ്ട്. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. എന്നിട്ട് അല്പധാരിയായ ഡ്രസ് ഇടും, അതിന്റെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മുഴുവനും അതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കാണുകയാണ്. സ്ത്രീകളോട് വല്ല ബഹുമാനമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതോ? അതെന്നു മുതലാണ് നമ്മുടെ നാട്ടിൽ ഒരു ക്രിമിനൽ കുറ്റമായി മാറിയത് സേട്ട? ഒരു സ്ത്രീ എന്ത് വേഷമിട്ട് വന്നാലും അവരോട് നമുക്ക് എന്ത് അട്രാക്ഷൻ തോന്നിയാലും അത് ഒരിക്കലും അവരെ അനാവശ്യം പറയാനോ അവരെ സ്ലട്ട് ഷെയിം ചെയ്യാനോ ഉള്ള ലൈസൻസ് ഒന്നുമല്ല. ഇത് മനസ്സിലാക്കാൻ കുറച്ച് മെച്യൂരിറ്റി വേണം. ഈ കമന്റ് ഇടുന്നവന്മാരൊക്കെ 1-2 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ആ മെച്യൂരിറ്റി കിട്ടി നിർത്തലാക്കുമായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇവരെല്ലാവരുടെയും ശബ്ദം ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു കേട്ടോ.